വഖഫ് ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു ബോർഡിന് മീതെ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ഒരു അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്യും എന്നുള്ളത്. അത് എടുത്തു കളയലാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യമുണ്ടായിരുന്നത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് എടുത്തു കളഞ്ഞു. ബോർഡ് സ്വതന്ത്രമാണ് പ്രവർത്തിക്കാൻ. പക്ഷേ അത് കൂടാതെ വേറെയും ഒന്ന് രണ്ട് കണ്ടീഷനുകളുണ്ടായിരുന്നു. മേജർ പോളിസി ഡിസിഷൻ എടുക്കരുത് എന്ന് പറയുന്ന, അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുത്തേണ്ടതില്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അത് നാളെ ഹൈക്കോടതിയിൽ വരുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഹൈക്കോടതിയോട് അത് അനുഭാവപൂർവ്വം വേഗത്തിൽ പരിഗണിക്കാനും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോർഡിൻ്റെ പരാതി അതോടുകൂടി അവസാനിച്ചു. ബോർഡ് ഇവിടെ ഉണ്ടായ വിഷയങ്ങളിലൊന്നും ബോർഡ് കക്ഷിയല്ല. സത്യത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നമാണ്. വഖഫ് ബോർഡ് വളരെ സ്മൂത്തായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വഖഫ് ബോർഡ്, അഥവാ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഉള്ള കാലത്ത്, LDF ഗവൺമെൻറ് വന്ന കാലത്ത് 2016 തന്നെ ഒരു വഖഫ് ബോർഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. UDF വെച്ച വഖഫ് ബോർഡ്. അത് 2019 വരേക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വർക്ക് ചെയ്തു. ആ ഗവൺമെൻറ് അതിലിടപെട്ടേ ഇല്ല, ഫ്രീ ആക്കി വിടുകയായിരുന്നു. അത് വർക്ക് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെ വിട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡിനെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അനാവശ്യമായി ഇതിൽ കൈകടത്തുകയായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ്, നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെ ആയിരുന്നു ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഓരോ കാര്യത്തോട് സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വെപ്രാളം കാണിച്ചു പോയി. പക്ഷേ കോടതിയിൽ അവർ ആവശ്യപ്പെട്ടു, സെക്ഷൻ 14 അനുസരിച്ചുള്ള 2 നോൺ മുസ്ലിങ്ങളെ അടക്കം വെച്ചിട്ടുള്ള 11 അംഗ പൂർണ്ണ കമ്മിറ്റി വേണം. അതുകൊണ്ട് അതില്ലാത്തതിനാൽ ഇത് ഒഴിവാക്കണമെന്നായിരുന്നു. അത് ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ AG സർക്കാരിന് വേണ്ടി പറഞ്ഞു, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണിത് വിഷയമുള്ളൂ, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും കോടതി ചോദിച്ചു, നിങ്ങൾ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. യെസ്, വി ആർ സപ്പോർട്ടിങ് പെറ്റീഷൻ എന്ന് എടുത്ത് ഗവൺമെൻറ്റിന് വേണ്ടി AG പറയുകയാണ്. എന്താണ് പെറ്റീഷൻ? അന്ന് ഷോൺ ജോർജിൻ്റെ പെറ്റീഷനാണ് അവിടെ പരിഗണിക്കുന്നത്. ബാക്കി 3 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ വഖഫ് ബോർഡ് ചെയർമാനാണ് തത്സമയം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.